ഡോക്ടർ ഞാനത് ജസ്റ്റ് തമാശ പറഞ്ഞതാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മളൊക്കെ കുഞ്ഞുനാളിൽ നമ്മളെയൊക്കെ അമ്മ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ള ഹോമിയോ ആശുപത്രികളിലാണ്. അപ്പോൾ നമ്മൾ ഹോമിയോ ആയിരുന്നു നമ്മൾ ഞാനൊക്കെ ഒരു ഡിഗ്രി ലെവൽ വരെയൊക്കെ ഞാൻ ഹോമിയോ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ ഇഞ്ചക്ഷനൊന്നും അധികം എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഇഞ്ചക്ഷന് പോയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഒരു ചികിത്സ ഹോമിയോയിൽ എത്രത്തോളം ഏതൊക്കെ രോഗങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമാണ്? കാരണം ഈ ഫിറ്റ്സ് പോലെയുള്ള അല്ലെങ്കിൽ സീഷർ പോലെയുള്ള അവസ്ഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് ഹോമിയോപ്പതിയിലൂടെ മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഹോമിയോപ്പതി. പണ്ട് തൊട്ട് ഹോമിയോപ്പതിക്ക് കുട്ടികളുടെ ചികിത്സാ രീതി എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കായിട്ട് നല്ലൊരു ഹോമിയോപ്പതിയാണ്. അല്ലെങ്കിൽ എൻ്റെ ക്ലിനിക്കിലും കൂടുതലും കൊണ്ടുവരുന്ന കുട്ടികളുടെയാണ്. അപ്പം അത് പണ്ട് തൊട്ടേ ആൾക്കാർ അങ്ങനെ ഒരു അവരുടെ എക്സ്പീരിയൻസിൽ കൂടെ അല്ലെങ്കിൽ പല അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നു. ഇപ്പം ചെറിയ മലേറിയ പോലുള്ള നമ്മുടെ ചുവപ്പ് എന്നൊക്കെ പറയാം റാഷസ് ബോഡിയിൽ വരുന്നു. അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ ബോഡി ലോഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് മെഡിസിൻ കൊടുക്കുന്ന സമയത്തിന് ഒരു 1 or 2 ഡേയ്സിൽ ഡിസപ്പിയർ ആയി പോകുന്നുണ്ട്. അതേപോലെ കുട്ടികളുണ്ടാകുന്ന ഈ ഫംഗൽ പ്രോബ്ലംസ്, അതേപോലെ കഫ്, അതേപോലെ ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് പനി വരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർജറി ചെയ്യുന്ന കണ്ടീഷൻസ് നേസൽ പോളിപ്സ്, അഡിനോയിഡ്സ്, അതേപോലെ ടോൺസിൽസ്, ഇതെല്ലാം ഒരു സർജറിയും കൂടാതെ ഹോമിയോപ്പതിയിൽ വളരെ സിമ്പിളായിട്ട് ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹോമിയോ ഡോക്ടർമാരുടെ അടുത്ത് വരുന്ന കുട്ടികളെല്ലാം സർജറി പേടിച്ചിട്ട് അല്ലെങ്കിൽ ഒൻസ് അലോപ്പതി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒരു സർജറി പ്രിഫർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ പേടിച്ചിട്ട് നമ്മളെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആ കേസുകൾ നോക്കി ആ കണ്ടീഷൻസ് മാറ്റാറുണ്ട്. നമ്മൾ ക്ലിനിക്കലി അത് പ്രൂവ് ചെയ്യാറുണ്ട്.